കോളേജ് പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്ന കാർത്തിക്കിന് അവന് യോജിച്ച ജോലിയൊന്നും കിട്ടിയില്ല. ജോലി അന്വേഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവൻ തന്റെ അച്ഛനോട് പണം വാങ്ങും. എന്നിട്ട് ആ പണം ഉപയോഗിച്ച് ചൂത് കളിക്കും. 100 രൂപ മുടക്കിയാൽ 1000 രൂപ കിട്ടുമെന്നോർത്ത് അവന് നിരാശയായിരുന്നു ഫലം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. തന്റെ കൂടെ കോളേജിൽ പഠിച്ച വസന്ത് എന്ന സുഹൃത്ത് കാർത്തിക്കിനെ കാണുവാൻ വീട്ടിലേക്ക് വന്നു. അവർ ഇരുവരും വെളിയിലിരുന്ന് പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കെ വസന്ത് ചൂതാട്ടം ഒരു തെറ്റായ കാര്യമാണ്, അതെങ്ങനെ സമയത്തെയും പണത്തെയും നഷ്ടപ്പെടുത്തി കളയുമെന്ന കാര്യം വിശദമായി പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുത്തു. എങ്ങനെ ആ ചൂതാട്ടം നടക്കുന്ന കെട്ടിടം മറികടന്നു പോകുമെന്നത് അവൻ ചിന്തിക്കാൻ തുടങ്ങി. പുതിയ ഒരു വഴി കണ്ടുപിടിച്ചു. ആ പ്രയാസത്തെ അതിജീവിക്കുവാനുള്ള അവന്റെ താല്പര്യം അവനിൽ ഒരു പുതിയ അനുഭവം സൃഷ്ടിച്ചു. അവൻ മറ്റൊരു വ്യക്തിയായി മാറി. സുഹൃത്തെ, എനിക്ക് മാത്രമാണോ ഈ പ്രശ്നങ്ങൾ? എന്റെ പ്രശ്നത്തെ ആർക്ക് മനസ്സിലാകും? എന്നിവയെല്ലാം ഓർത്ത് സങ്കടപ്പെടുന്ന ആളാണോ നിങ്ങൾ? പ്രിയ സുഹൃത്തെ, പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്നാൽ പ്രശ്നങ്ങളുടെ കൂടെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു വഴിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് നിങ്ങൾ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ നിരാശയിൽ കഴിയുകയാണോ? ഒന്ന് നന്നായി ചിന്തിച്ചു നോക്കൂ. അതിനെ അതിജീവിക്കുവാൻ ദൈവം ഒരു വഴി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ദൈവമേ, ഞാൻ രക്ഷപ്പെടേണ്ടതിന് നീ ഒരുക്കിയിരിക്കുന്ന വഴി കാണുവാൻ എന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളും നിശ്ചയമായി വിജയം കൈവരിക്കും. ദൈവം നല്ലവൻ. നിങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത പരീക്ഷ ദൈവം നിങ്ങൾക്ക് നൽകുകയില്ല, ഉറപ്പ്.